ചർച്ചയിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. ജനങ്ങളെ അഭിപ്രായങ്ങളെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് തന്നെയാണ്. അവരാണ് ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നത്. അവർക്ക് എല്ലാ പ്രശ്നങ്ങളും അറിയാം. അപ്പോൾ അവരുടെ അഭിപ്രായം കേൾക്കണം. അത് ഭരണകക്ഷിയെന്നോ പ്രതിപക്ഷമെന്നോ വ്യത്യാസമുണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ആ യോഗത്തിൽ നിന്നും ഉയരുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കൂടി പരിഗണിച്ചതിന് ശേഷമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രസിഡന്റുമാരുടെ യോഗം നടക്കുക. ആ യോഗത്തിൽ സമയബന്ധിതമായി ചില പരിപാടികൾ നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. ആ സമയബന്ധിത പരിപാടികൾ പ്രാവർത്തികമാക്കുന്നതിനനുസരിച്ച് ഇവിടുത്തെ ജനങ്ങൾക്ക് കൂടുതൽ സുരക്ഷയും ആശ്വാസവും ഉറപ്പ് വരുത്താൻ കഴിയുമെന്നാണ് ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്നത്. ഈ മിനിസ്റ്റർ എത്തിയില്ല എന്നുള്ള ആക്ഷേപമാണ് പ്രധാനമായിട്ട് വരുന്നത്. കാരണം മിനിസ്റ്റർ വാഗേരിയിൽ പ്രജീഷ് കൊല്ലപ്പെട്ടു. ആ ഒരു സാഹചര്യത്തിൽ മിനിസ്റ്റർ ഡയറക്റ്റ് വീട്ടിലെത്തിയില്ല എന്നുള്ള ആ ഒരു ആരോപണം വെച്ചാണ് ആളുകൾ പ്രതിഷേധ രംഗത്ത് പോലും പറയുന്നത്. എന്താണ് ഇതിന് മറുപടി? ഇത് രണ്ട് കാര്യം. ഒന്ന്, ഒരു ദുഃഖകരമായ സംഭവം ഉണ്ടാകുമ്പോൾ അവിടെ ചെല്ലുക, അവരെ ആശ്വസിപ്പിക്കുക. അത് നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ അത് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അതിന് ചില പ്രത്യേക കാരണങ്ങളുള്ളതുകൊണ്ടാണ് വരാൻ കഴിയാതെ പോയത്. അതിനൊരു നല്ല കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. വരാൻ കഴിയേണ്ടതായിരുന്നു. എനിക്ക് പക്ഷേ വരാൻ കഴിഞ്ഞില്ല. പക്ഷെ പ്രശ്നം അതല്ല. ഞാൻ വരുന്നോ പോകുന്നോ എന്നുള്ളതിനേക്കാൾ പ്രധാനം, ഞാൻ വരുന്നതിൻ്റെ ഒരു നല്ല വശം ഞാൻ ആദ്യം ചൂണ്ടിക്കാണിച്ചില്ല. അതിനേക്കാൾ പ്രധാനം എങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താണ് ചെയ്യുന്നത്. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമത്തിൽ ഞങ്ങൾ ജാഗ്രതയോടുകൂടി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഇടപെടലിൻ്റെ ഒരു ഘട്ടമാണ് ഇന്നിവിടെ നടക്കുന്ന ഈ ചർച്ചകളും അനന്തര നടപടികളും. വീടുകളിലേക്ക് പോകുന്നുണ്ട്, അങ്ങനെ തീരുമാനമുണ്ട്? തീർച്ചയായിട്ടും പോകണം. ആഗ്രഹിച്ചില്ലേ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഈ പൊതുജന ചില പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട്. BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പ്രതിഷേധിക്കും എന്നുള്ള തരത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ മന്ത്രിമാരെ വഴിയിൽ തടയുന്ന നിലയിലൊക്കെ കാര്യങ്ങൾ മാറുമോ? അങ്ങനെ അതിൽ ആശങ്കയുണ്ടോ? അതിന് തന്നെ താങ്കൾ പറഞ്ഞതിന് രണ്ട് വശമാണ്. ഒന്നാമത്തെ വശം പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം ധാരാളമുള്ളൊരു സംസ്ഥാനമാണ്. അതിനാരും പ്രതിഷേധിക്കാൻ പാടില്ല എന്നൊന്നും പറയാൻ പരസ്പരം ആർക്കും അധികാരവും അവകാശമില്ല. അതവരുടെ അവകാശമാണ്. ആ അവകാശം വരും. പക്ഷേ പ്രതിഷേധം അതിരുകവിയുകയോ അക്രമാസക്തമാവുകയോ ചെയ്യുമ്പോൾ അത് പ്രധാന പ്രശ്നങ്ങളിൽ നിന്നും ശ്രദ്ധ വികേന്ദ്രീകരിച്ച് വഴിതിരിച്ചു വിടാൻ മാത്രമേ സഹായകമാവുകയുള്ളൂ. പ്രധാന പ്രശ്നം എന്താണ്? എൻ്റെ സന്ദർശനമല്ല ആണോ പ്രധാന പ്രശ്നം? വയനാട് നേരിടുന്ന പ്രധാന പ്രശ്നം AK ശശീന്ദ്രൻ്റെ വയനാട് സന്ദർശനമാണോ വന്യജീവി ആക്രമണമാണോ? അതിൽ വന്യജീവി ആക്രമണമാണ് ഏറ്റവും പ്രധാനം. ആ പ്രധാന വിഷയങ്ങളിൽ നിന്നും ചർച്ച തിരിച്ചുവിടേണ്ടത് ആർക്കെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നിരിക്കില്ല. എന്താണ് അതിൻ്റെ ഉദ്ദേശം? ചർച്ച തിരിച്ചുവിടരുതെന്ന് എൻ്റെ അഭിപ്രായം. എൻ്റെ ആഗ്രഹം അതാണ്. നമുക്ക് ചർച്ചകളിലൂടെ, ജനാധിപത്യ സംവിധാനത്തിലാണ്, ചർച്ചകളിലൂടെ പരിഹാരമാർഗ്ഗങ്ങൾ കണ്ടെത്തുകയും പരിഹരിക്കുകയും ജനങ്ങൾക്ക് സുരക്ഷ വാഗ്ദാനം ഉറപ്പുവരുത്തുകയും ചെയ്യുവാണ് ഈ